വാട്ട്സ്ആപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഹെഡ്ലൈറ്റിലൊരു ക്രാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ക്രാക്കിന് വേറെ ഇത് നമ്മൾ കൂളിംഗ് ഒട്ടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്, പ്രണവെന്നാണ് എൻ്റെ പേര്. അപ്പോൾ സെക്കൻഡ്സ് അവൻ്റെ സ്ക്രാച്ച് ആയപ്പോൾ മാറ്റിയതാണ്. നല്ലൊരു ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്ക് ഇതൊക്കെ പൊട്ടിയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിലൊരു സ്ക്രാച്ച്, പക്ഷേ ക്രാക്ക് ഒന്നുമില്ല, ഫ്രണ്ടിൽ ഒരു ഒറ്റ ക്രാക്ക് പോലും ഇല്ല, സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ സൈഡിൽ. അതുകൊണ്ട് ഞാൻ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്നുണ്ടോ? ഇല്ല, അറിയാൻ പറ്റത്തേ ഇല്ല. പക്ഷേ നമ്മൾ നേരിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ സൈഡെല്ലാം പക്കയാണ്. ഇവിടെ ചെറിയ സ്ക്രാച്ചസേ ഉള്ളൂ. അതായത് വെൽഡ് ചെയ്യണ കാണാം. അതിൽ നിന്ന് കുറച്ച് പീസൊക്കെ കട്ട് ചെയ്ത് ഇവിടെ വെച്ചൊക്കെ സ്പോട്ട് അടച്ചൊക്കെ എടുക്കണം. അങ്ങനെ ഒരു ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇത് വേറൊരു പീസാണ്. നമുക്ക് ഈ പുതിയ ഹെഡ്ലൈറ്റ്, അതായത് നമുക്കിപ്പോൾ സെക്കൻഡ് സീറ്റ് ഹെഡ്ലൈറ്റിൽ ഈ പീസില്ലായിരുന്നു. അതുകൊണ്ട് ഈ പീസ് വെൽഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വെൽഡിങ് ചെയ്ത് നോക്കി. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. അപ്പം ഇരിക്കുന്നുണ്ട് സാധനം, വേറെ ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് കുറച്ച് കരുതലിന് വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്യാൻ കാണാം. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ നേരത്തെ കൊടുത്തൊരു ബൾബാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ അതിൽ വച്ചിട്ടുണ്ട് ബൾബ്. ഓക്കെ, അപ്പോൾ നമുക്കിത് അതിൽ കണക്ട് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹെഡ്ലൈറ്റ് മാറ്റിയല്ലോ. അപ്പോൾ ഇനി ഹെഡ്ലൈറ്റ് അല്ല, ഹെഡ് ധൂം മാറ്റിയല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്വിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ലെന്ത്. അപ്പോൾ നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു വയർ നീളത്തിനെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റാവും. പക്ഷെ നമുക്കിപ്പം ഊരാൻ നേരത്ത് ഏറ്റവും ബെറ്റർ നീളമുള്ള വയറിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യണം. ഇത് ലെന്ത് കുറവായിരുന്നു, ഇതും ലെന്ത് കുറവായിരുന്നു. പിന്നെ ഞാൻ അഡീഷണൽ വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. ഇത് ഏതെങ്കിലും രണ്ടിൻ്റെ ഇടയിൽ കൊടുത്താൽ മതി. അതായത് ഒരു കണക്ഷൻ പറഞ്ഞില്ല, ബ്രേക്ക് ചെയ്തിട്ട് സ്വിച്ച് കൊടുക്കണം. അതാണ് ഈ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചുവപ്പ് വന്നിട്ട് ഗ്രീനിൽ കൊടുക്കാം. ഇനി മാറിപ്പോയെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഇനി ബാക്കി രണ്ടും ഇതിലായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ റെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, റെഡ് ഗ്രീനിൽ കൊടുത്തു. ഓക്കെ, ഇത് ഏതായാലും കുഴപ്പമില്ല. ഇത് ബ്രേക്ക് ചെയ്ത് വെക്കണായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും വേറെ വിഷയമൊന്നുമില്ല. കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്വിച്ച് സെറ്റിൻ്റെ ഇതിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാണാൻ പറ്റും സ്വിച്ച് സെറ്റ്. അത് മീൻസ് ഈ നമ്മളിപ്പം വയ്ക്കുന്ന ഈ അഡാപ്റ്ററിൻ്റെ കൂടെ ഉള്ളതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വയറിംഗ് കിറ്റിലൊരു കട്ടും ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കി വരുന്ന വയർ ഇതിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒയേഴ്സ്, അതായത് ഈ ബ്ലാക്കും യെല്ലോയും വരുന്നത് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും ഷോർട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നാലേ ഇത് കണക്ഷൻ ഒരേപോലെ ആവുള്ളൂ, അപ്പോഴേ ലൈറ്റ് കത്തത്തുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കിപ്പോൾ വണ്ടിയിൽ ഹെഡ്ലൈറ്റ് ഓണായിട്ടുണ്ടെന്ന് വെച്ച്, അപ്പോൾ ഈ രണ്ട് ഒയറും ജോയിൻ ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം ഡേ ലൈറ്റ് മീൻസ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കത്തി കിടക്കുന്ന ലൈറ്റ് ആവും. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ചെയ്തിട്ട് സ്വിച്ച് വെക്കണമെങ്കിൽ ആ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്നൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണാം. ഇത് സ്വിച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതുവഴി എടുക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ തിരിച്ച് വെച്ച് നമ്മൾ എക്സ്ട്രാ ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടാണ് LED ലൈറ്റ് ഫിറ്റ് ചെയ്തത്. അപ്പം ആ LED ലൈറ്റ് അടിച്ചു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രാക്കിൽ കൂടെ വെള്ളമൊക്കെ ഇറങ്ങി അകത്തോട്ട് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വേറെ ഹെഡ്ലൈറ്റ് തപ്പി പിടിച്ചെടുത്തത്. താങ്ക്സ് ടു പ്രണവ്. ഓക്കെ, ഹെഡ്ലൈറ്റ് വേറെ ഇവിടെ മാത്രം ചെറിയ സ്ക്രാച്ചേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ നോക്കുമ്പം ഒന്നും അറിയത്തില്ല. കണ്ടോ, ഓക്കെ അല്ലേ?
അപ്പോൾ അങ്ങനെ ഹെഡ്ലൈറ്റൊക്കെ അടിച്ചു പോയി. പിന്നെ അതും പോയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പം LED ലൈറ്റ് വയ്ക്കുമ്പം എക്സ്ട്രാ ഒരു സ്വിച്ച് വയ്ക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ആ LED ലൈറ്റൊക്കെ അടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് 50-50 ചാൻസാണ്, ചിലരിൽ അടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വെട്ടം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കീ ഒന്ന് ഓണാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റ് ഇട്ട് നോക്കാം. ഓക്കെ അല്ലേ? സ്വിച്ച് ഓഫ് ചെയ്യുക, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുക, കീ ഓഫ് ചെയ്യുക. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ഞാൻ കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.